നെക്സ്റ്റ് മോഡ് തിയറി. നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിൽ വരുന്ന രണ്ട് തിയറീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് റേ തിയറി എന്താണെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് മോഡ് തിയറി എന്താണെന്ന് നോക്കാം. മോഡ് തിയറി ഓഫ് ലൈറ്റ്. ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. ലൈറ്റിന് 2 ടൈപ്സ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. The mode theory along with the ray theory is used to describe the propagation of light along the optical fiber. ഈ മോഡ് തിയറിയും റേ തിയറിയും എന്താണെന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് അലോങ് ദി ഫൈബർ ഒപ്റ്റിക്സിൻ്റെ മേലുള്ള പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് തിയറീസ് നമ്മൾ പഠിക്കുന്നത്. The mode theory uses electromagnetic wave behavior to describe the propagation of light along the fiber. മോഡ് തിയറി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ബിഹേവിയർ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ പറയാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട്. റേ തിയറിയിലാണെങ്കിൽ റേസ് ആയിട്ടാണ് പറയുന്നത്, മോഡ് തിയറിയിലാണെങ്കിൽ വേവ് ആണ്. ഓക്കെ, ലൈറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഹാസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൻഡ് ബോത്ത് ഫീൽഡ്സ് ആർ ഓസിലേറ്റിംഗ്. ലൈറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിലായിരിക്കും ആൻഡ് അതിനൊരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സും ഉണ്ടാവും. ദ മോഡ് തിയറി സജസ്റ്റ് ദാറ്റ് എ ലൈറ്റ് വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ പ്ലെയിൻ വേവ്. ലൈറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് തിയറിയിൽ ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വേവ് ആണ്. ആൻഡ് മോഡ് തിയറി ഓൾസോ സ്റ്റേറ്റ്സ് ഹൗ ഡിഫറെൻറ്റ് മോഡ്സ് ഗെറ്റ് പ്രൊപ്പഗേറ്റഡ് അലോങ് ദി ഫൈബർ വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ്സ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും റേഡിയേഷനും അതേപോലെ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്സിനൊക്കെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അലോങ് ദി ഫൈബർ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. താഴത്തെ എക്സാമ്പിൾസ് എഴുതണ്ട, അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. അത് എഴുതുന്നുണ്ട് പിന്നെയും അതെന്തൊക്കെയാണെന്നുള്ളത് കുറേ പഠിക്കേണ്ടി വരും. ദ റേ തിയറി, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ദ റേ തിയറി ഓഫ് ലൈറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ വേവ് നാച്ചർ ഓഫ് ലൈറ്റ് വേവ്. ഈ റേ തിയറിയിൽ നമ്മൾ വേവ് നാച്ചർ അല്ല പറയുന്നത്, റേ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സോ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ലൈറ്റ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ വി യൂസ് അനദർ തിയറി കോൾഡ് മോഡ് തിയറി. ലൈറ്റിൻ്റെ ബിഹേവിയർ, ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റിൻ്റെ ബിഹേവിയർ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ് തിയറി പഠിക്കുന്നത്. Please note that mode theory is a part of electromagnetic theory of light that we use to understand the behavior of light in an optical fiber cable. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്, ലൈറ്റിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ് നമ്മളിവിടെ മോഡ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വേവ്സിനെ പറ്റി, നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി മോഡ് തിയറിനെ പറ്റി പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു വേവ് എന്താണെന്ന് നോക്കണം. ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വേവ്സ്. When two waves of the same frequency and amplitude traveling in opposite direction meet, they form a standing wave. നമ്മൾ കൊളീഷനൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് രണ്ട് വേവ്സ് വരികയാണ്, സെയിം ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡൊക്കെ ഉള്ള സെയിം വേവ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു മീറ്റ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റായിട്ട് രണ്ട് വേവ്സ് ഇങ്ങനെ വരികയാണ്, അപ്പോൾ അവിടെ ഒരു മീറ്റ് വരും, ആ രണ്ട് വേവും തമ്മിലൊരു മീറ്റ് വരും, അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയും. The figure below shows an elementary version of this phenomenon. അപ്പോൾ ആ ഒരു elementary വേർഷനാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. Whenever a standing wave is produced, there is no transfer of energy. സ്റ്റാൻഡിങ് വേവ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു എനർജി ഒന്നും പാസ് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. അവിടെ എന്താ കൊളീഷൻ പോലെ നടന്നില്ല. The number of loops in this standing wave is called the order of the wave. അവിടെ വരുന്ന ലൂപ്പിനെ നമ്മൾ order of the wave എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് സിമ്പിൾ ഫാക്ട് അബൌട്ട് എ സ്റ്റാൻഡിങ് വേവ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ മെൻറ്റ് ടു ട്രാൻസ്ഫർ ഒപ്റ്റിക്കൽ എനർജി. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒപ്റ്റിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ പ്രസൻസ് ഓഫ് എ സ്റ്റാൻഡിങ് വേവ് ഈസ് നോട്ട് ഡിസൈറബിൾ സിൻസ് ഇറ്റ് വോണ്ട് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫറിങ് എനർജി. അങ്ങനെ ഒരു സ്റ്റാൻഡിങ് വേവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, എനർജി ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവിനെ പറ്റിയിട്ട് ആദ്യം പഠിച്ചത്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് മോഡ് തിയറി വിത്ത് ഹെൽപ്പ് ഓഫ് റേ തിയറി. എന്താണ് മോഡ് തിയറി നോക്കാം. കൺസിഡറിങ് ലൈറ്റ് ആസ് എ സിമ്പിൾ റേ ടു എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ manifestation of modes. Simply put, we will use the ray theory to introduce you to mode theory. Modes are the pattern of electromagnetic wave in ഫസ്റ്റത്തെ പാരഗ്രാഫ് വേണ്ട, അത് നമ്മൾ റേ തിയറിന്ന് മോഡ് തിയറിയിലേക്ക് വരുന്ന ഒരു കാര്യം പറഞ്ഞത്. മോഡ്സ് ആർ ദി പാറ്റേൺസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വേവ് ഗൈഡ്സ്. മോഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ വാസ്റ്റ് നമ്പർ ഓഫ് മോഡ്സ് ഫോർ എവറി ലൈറ്റ് സിഗ്നൽ പാസിംഗ് ത്രൂ എ വേവ് ഗൈഡ്. അവിടെ വേവ്സ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ വാസ്റ്റ് നമ്പർ ഓഫ് മോഡ്സ്, കുറേ മോഡ്സ് അവിടെ ഉണ്ടാവാം.
ഈ മോഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പാറ്റേൺസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെന്ന് ഓർമ്മിക്കണം. ഫോർ എല്ലാ സിഗ്നൽ, എവറി സിഗ്നൽ, ഓരോ സിഗ്നലിലും നമുക്ക് വാസ്റ്റ് നമ്പർ ഓഫ് മോഡ്സ് ഉണ്ടാവാം. ലോ ഓർഡർ മോഡ്സ് ട്രാവൽ വിത്തൗട്ട് എ ലോട്ട് ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ ഒരു ലോ ഓർഡർ മോഡ്സും ഉണ്ട്, അതേപോലെ ഹയർ ഓർഡർ മോഡ്സും ഉണ്ട്. ഈ ലോ ഓർഡർ മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നത് അധികം റിഫ്ലക്ഷൻസ് അവിടെ ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് അത് പാസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ അധികം റിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഹയർ ഓർഡർ മോഡ്സിലാണെങ്കിൽ ടെൻ ടു റിഫ്ലക്റ്റ് എ ലോട്ട്, അവിടെ കുറേ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഡ്യൂ ടു ദീസ് റിഫ്ലക്ഷൻസ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് സ്റ്റാൻഡിങ് വേവ്സ് മേ ബി ജനറേറ്റഡ്. ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുമ്പം തന്നെ അവിടെ എന്തുണ്ടാവാം, സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവാം. എന്തുകൊണ്ടാണ്, കുറേ വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവാം. ആൻഡ് സ്റ്റാൻഡിങ് വേവ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ എനർജി പ്രൊപ്പഗേഷൻ. അങ്ങനെ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടായാൽ തന്നെ അവിടെ എനർജി പ്രൊപ്പഗേഷൻ നടക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഹയർ ഓർഡർ മോഡ് ഇവിടെ കണ്ടില്ലേ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള റിഫ്ലക്ഷനൊക്കെ വരുന്നതാണ്. ആൻഡ് ലോവർ ഓർഡർ മോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതാണ്. നോട്ടീസ് ദാറ്റ് ലോവർ ഓർഡർ മോഡ്സ് ട്രാവൽ ഓൾമോസ്റ്റ് ഇൻ ആൻ അബ്സല്യൂട്ട്ലി സ്ട്രെയിറ്റ് ലൈൻ, വൈൽ higher order modes bounce around quite a bit. അപ്പം പറഞ്ഞത് ലോവർ ഓർഡർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനും ഹയർ ഓർഡർ ആണെങ്കിൽ കുറേ ലോട്ട്സ് ഓഫ് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ലോട്ട്സ് ഓഫ് റിഫ്ലക്ഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവും. മൈൻഡ് ദാറ്റ് റിഫ്ലക്ഷൻസ് ആർ നോട്ട് ബാഡ്. റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് നോട്ട് ബാഡ്, തെറ്റല്ല. ഇഫ് ദി ലൈറ്റ് സിഗ്നൽ ഹാസ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളൊക്കെ എന്താണെന്ന് മുന്നേ പറഞ്ഞതാണ്. ഇഫ് ദ ലൈറ്റ് സിഗ്നൽ ഹാസ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് പെർഫോംസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ്, ഇറ്റ് ഈസ് നോട്ട് an issue. But as we go to higher modes, we start to notice losses as light energy begins to absorbed by the cladding and doesn't get reflected entirely on collision with the walls of the core. അതൊന്നും നോക്കണ്ട, ഇവിടെ വരെ എഴുതിയാൽ മതി. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ക്രിട്ടിക്കൽ ആംഗിളും വരുന്നത് ഇതൊരു ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേങ്കിൽ ഹയർ മോഡിലേക്ക് പോകുന്ന ടൈമിൽ അവിടെ എന്താണ്, ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്രയും എഴുതിയാൽ മതി. വി സ്റ്റാർട്ട് ടു നോട്ടീസ് ലോസസ്, അത്രയും എഴുതിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട്. ഇത്രയാണ് മോഡ് തിയറിയിൽ പറയാനുള്ളത്.